സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ, ധാരാളം നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ലോകം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നാം കാണുന്നത് അതുതന്നെയാണ്. അടുത്ത തലമുറയുടെ ഗതി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെ ആശങ്കാകുലരാണ്. കാരണം ലക്ഷ്യബോധമില്ലാത്ത ഒരു വലിയ തലമുറയാണ് വളർന്നു വരുന്നത്. ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും മുൻപാകെ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത സ്ഥിതിയിലുള്ള ഒരു വലിയ സമൂഹം. മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്നതായ ഒരു കാലഘട്ടം. ഈ വക ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത, അധികാര കേന്ദ്രങ്ങൾക്ക് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്തതായ ഒരു കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഇത് ഭയാനകമായ ഒരു സ്ഥിതിയാണ്. ലഹരിക്ക് അടിമപ്പെടുന്നതിൽ നല്ലൊരു ശതമാനം കുട്ടികളാണ് എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് ഈ മദ്യപാനം വളരെ മോശമായി കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ സമൂഹം അവജ്ഞയോടെയാണ് നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ സ്ഥിതിയെല്ലാം മാറി. ഈ അടുത്ത സമയത്ത് പല ചിത്രങ്ങളും പല വാർത്തകളും കാണാൻ സാധിക്കുമ്പോൾ വളരെ ദയനീയമെന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു ഭവനത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതിൽ അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരുമുണ്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതായ കാഴ്ച. എത്ര ഭയാനകമാണിത്! അങ്ങനെ ഏറ്റവും അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നു. എന്നാൽ ഈ അധപ്പതനത്തെ ഏറ്റവും വലിയ മാന്യതയായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് കരുതുമ്പോൾ അതിൻ്റെ ഭയാനകത എത്രമാത്രമുണ്ടെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സഹജീവികളോട് യാതൊരു സ്നേഹമോ കരുതലോ ദയയോ ഇല്ലാത്ത, അവരുടെ വേദന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത സമൂഹത്തിൽ നാം ജീവിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും കണ്ടുവരുന്ന അക്രമവാസനയെ ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് നാം സങ്കടത്തോടെ തിരിച്ചറിയേണ്ടുന്നതായ ഒരു സാഹചര്യമാണ്. കൊലപാതകം എന്ന് പറയാൻ തന്നെ ഭയപ്പെട്ടിരുന്നതായ ഒരു സമൂഹത്തിൽ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ പല കൊലപാതകങ്ങൾ നടത്തുന്നു. യാതൊരു മടിയുമില്ലാതെ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുകയും തീ കൊളുത്തിക്കൊല്ലുകയും അങ്ങനെ അതിഭയാനകമായ ബീഭത്സമായ നിലയിൽ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് നാം ജീവിക്കുന്നു. ഈ ദുസ്ഥിതി ഇനി മാറാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത കാലങ്ങളിൽ ഇതിന് വർധനവുണ്ടാവുകയേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? മനുഷ്യൻ പാപിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെ കളിയാക്കുകയും ഭോഷന്മാരെന്ന് വിളിക്കുകയും ചെയ്യുന്നതായ ഒരു സമയത്താണല്ലോ നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്നതായ ഈ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് തന്നെയാണ്. ആ പാപത്തിൻ്റെ സ്വഭാവമാണ് മനുഷ്യൻ കാണിക്കുന്നത്. അതിൽ യാതൊരു കുറവും ഇനിയുള്ള കാലത്ത് വരുന്നില്ല. മനുഷ്യരെല്ലാവരും ആദാമ്യ വർഗത്തിലാണ് ജനിക്കുന്നത്. ആദാം പാപം ചെയ്തതുകൊണ്ട് ആദാമ്യ വർഗത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നു. ആ പാപത്തിൻ്റെ സ്വഭാവമാണ് ഈ കാണുന്നതായ അക്രമങ്ങൾ, അനീതികൾ എന്നുള്ളതെല്ലാം തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പാപിയായ മനുഷ്യന് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണം ലഭിക്കുമെന്ന് ദൈവവചനം പറയുകയാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുന്ന് ദൈവമായിരുന്നു. എന്നാൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ജനിച്ചു വീണു. 33 തിരുവയസ്സിൽ പാപമെന്ന് അറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെട്ടു. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു.
അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവർ നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ വാഴുന്നു. താങ്കൾ ഈ രക്ഷ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങൾക്ക് പാപക്ഷമ ലഭിക്കും. ദൈവം നിങ്ങളെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ വകയാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്നു. ഇതുവരെയും അവരനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാഥം ശ്രവിക്കുന്ന ഈ സമയത്ത് ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വകയാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. മദ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, മദ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ? ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം.